ഇന്നലെ ഏഷ്യാനെറ്റിന് നരേന്ദ്രമോദി അനുവദിച്ച അഭിമുഖം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു മലയാളം വെർഷനുള്ള ശ്രമമാണ്. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് 2014-ലും 2019-ലും കേവല ഭൂരിപക്ഷത്തോടുകൂടി ഈ രാജ്യത്ത് അധികാരം ലഭിച്ചു. ജനങ്ങളത് നൽകി. 2024-ൽ വീണ്ടും അതിനേക്കാൾ വലിയൊരു വിജയം ആവശ്യമാണെന്ന് നരേന്ദ്രമോദി പറയുന്നത് എന്തുകൊണ്ടാണ്? അതും രാജ്യത്തിൻ്റെ വളർച്ചയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർക്ക് ഭരിക്കാൻ അവസരം ലഭിക്കുമ്പോൾ അവരുടെ പാർട്ടി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച ന്യായമായ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയെങ്കിലും വേണം. അതിൽ ഏത് പാർട്ടി എന്നില്ല, എല്ലാ പാർട്ടികളും ഈ രാജ്യത്തുള്ളത് ജനങ്ങളുടെ നന്മയ്ക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി തന്നെയാണ്. പക്ഷേ അവർക്ക് ഭരിക്കാൻ അവസരം കിട്ടുമ്പോൾ അവർ ആ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ജനങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും അത് ചെയ്യണം. BJP എപ്പോഴും അതിനാണ് ശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതാണ്ട് 60 വർഷത്തോളം കോൺഗ്രസ്സിന് ഈ രാജ്യം ഭരിക്കാനുള്ള അവസരം ജനങ്ങൾ കൊടുത്തു. ഇന്നത്തെ കാലം പോലെയല്ല. അന്നത്തെ കാലത്ത് പ്രതിപക്ഷത്തു നിന്ന് ചോദ്യം ചെയ്യാൻ പോലും ആരുമുണ്ടാകാത്ത തരത്തിലുള്ള ജനപിന്തുണ അവർക്കുണ്ടായിരുന്നു. അത്രയധികം വലിയ വിജയം കോൺഗ്രസ്സിനുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ പോലെ മാധ്യമങ്ങളുണ്ടായിരുന്നില്ല, സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. ആരും ചോദ്യം ചെയ്യാനില്ലാതിരുന്ന ഒരു വലിയ വിശാലമായ മൈതാനത്തിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. ഈ രാജ്യത്തിന് വേണ്ടി എത്ര വലിയ കാര്യങ്ങൾ വേണമെങ്കിലും അവർക്ക് യാതൊരു തടസ്സങ്ങളുമില്ലാതെ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ അത്രയും വലിയ അവസരം കോൺഗ്രസ് കളഞ്ഞു കുളിച്ചു. അതിനുശേഷമാണ് 2013-ൽ ഞാൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനെത്തുന്നത്. ആ സമയത്ത് ഒരുപാട് വലിയ ആരോപണങ്ങളിൽ വലഞ്ഞിരുന്ന കോൺഗ്രസിനെ ജനങ്ങൾ വെറുത്തിരുന്നു. അപ്പോൾ അവർക്ക് എന്നോടൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മോദി വന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് അവർ എനിക്ക് വോട്ട് ചെയ്തത്. എൻ്റെ ആദ്യ ഭരണകാലത്ത് 5 വർഷവും ഈ രാജ്യം ഭരിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ലഭിച്ച അവസരം വളരെ കൃത്യമായി തന്നെ ജനങ്ങൾക്ക് സേവ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചു. അത് ജനങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷമാണ് 2019-ൽ എനിക്ക് അതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ജനം തന്നത്. കാരണം 2014-ൽ അത് ജനങ്ങൾക്ക് പ്രതീക്ഷയായിരുന്നെങ്കിൽ 2019-ൽ അത് ജനങ്ങളുടെ വിശ്വാസമായി മാറി. ഇത്തവണ 10 വർഷത്തെ നീണ്ട ഭരണത്തിന് ശേഷമാണ് ഞാൻ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. 2014-ൽ പ്രതീക്ഷയായിരുന്നെങ്കിൽ 2019-ൽ അത് വിശ്വാസമായി മാറിയെങ്കിൽ 2024-ൽ മോദി അവർക്ക് നൽകുന്നത് ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി എന്നാൽ അത് വളരെ വലിയ ഉത്തരവാദിത്തമാണ്. ഞാൻ ഇതൊക്കെ ചെയ്തു തരും എന്നുള്ള എൻ്റെ ഉറപ്പാണ്. അതിനെനിക്ക് ബലം നൽകുന്നത് 13-14 വർഷം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലവും 10 വർഷം ഈ രാജ്യം ഭരിച്ച് ഉണ്ടായ ആത്മവിശ്വാസവുമാണ്. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ ഗ്യാരണ്ടി വെച്ചുകൊണ്ട് പറയുന്നത് എനിക്ക് കൂടുതൽ സീറ്റുകൾ വേണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് വലിയ വിജയം രാജ്യത്തിന് ആവശ്യമാണെന്ന് ഞാൻ പറയുന്നത്. മുമ്പുള്ള പല തിരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ പോലും ഇത്തവണയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇത്തവണ ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ എനിക്ക് ജനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, നരേന്ദ്രമോദി ഇത്തവണ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട, നിങ്ങളുടെ വിജയത്തിന് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ജനങ്ങൾ പറയുന്നതായാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അവർക്ക് വിശ്വാസമുണ്ട്. മുൻകാലങ്ങളിൽ അവർക്ക് താരതമ്യം ചെയ്യാൻ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് അവർക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. UPA സർക്കാരിൻ്റെ കാലത്തെ 10 വർഷവും മോദി സർക്കാരിൻ്റെ കാലത്തെ 10 വർഷവും എന്തൊക്കെ മാറ്റങ്ങളാണ് അവർക്കുണ്ടായത്, ഈ രാജ്യത്തിനുണ്ടായത്. അവർ അഴിമതി ചെയ്തു, ഞങ്ങൾ ചെയ്തില്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പുരോഗതി ഈ രാജ്യത്തിനുണ്ടായി, മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 10 വർഷം ചെയ്ത കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്നെ അധികാരത്തിലെത്തിക്കാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരെക്കാൾ കൂടുതൽ മത്സരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളാണ്. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം, താങ്കളുടെ ഭരണകാലത്ത് അധികം അഴിമതികളൊന്നും കേട്ടിട്ടില്ല. അത് സത്യമാണ്. പക്ഷേ EDയെ, അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നു എന്നൊരു ആരോപണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അതിന് മറുപടി അദ്ദേഹം ഈ രാജ്യത്ത് മോദിയുടെ ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷവും അഴിമതി ഉണ്ടായില്ല എന്ന് പറയാനാണ് ശ്രമിച്ചത്. കഴിഞ്ഞ കാലങ്ങളായി തൊഴിൽ മേഖലയിൽ ഇൻ്റർവ്യൂകളിൽ ഒരുപാട് തരത്തിലുള്ള അഴിമതികളുണ്ടായിരുന്നു. ഞാൻ ക്ലാസ് 4 കാറ്റഗറിയിൽ ഇൻ്റർവ്യൂ പോലും വേണ്ടെന്ന് വെച്ചു. ഒരുപാട് അഴിമതി തടയാനുള്ള മാർഗ്ഗങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഞാൻ ചെയ്തു. ഉദാഹരണമായി ഏറ്റവും കൂടുതൽ അഴിമതി ഉണ്ടാകുന്നത് ആദായ നികുതി മേഖലയിലാണല്ലോ. ഞാൻ അതിനെ ടെക്നോളജിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്തു. കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ടാക്സിനെ കുറിച്ചുള്ള ഫയൽ പരിശോധിക്കുന്നത് കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കുന്ന ഏതോ ഒരു സ്ഥലത്തെ മറ്റൊരു സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരായിരിക്കും. ആരാണ് അത് ചെക്ക് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയാൻ കഴിയില്ല. അങ്ങനെയാണ് ഞാൻ ആ സിസ്റ്റത്തെ മാറ്റിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു ഫയൽ
പരിശോധിക്കുന്നത് ഒരുപക്ഷെ ബംഗാളിലായിരിക്കാം, ബംഗാളിലൊരു ഫയൽ പരിശോധിക്കുന്നത് മഹാരാഷ്ട്രയിലായിരിക്കാം, മഹാരാഷ്ട്രയിലെ ഫയൽ പരിശോധിക്കുന്നത് ഡൽഹിയിലായിരിക്കാം. അങ്ങനെ ആ രീതിയിൽ ആരുടെ ഫയൽ ആരാണ് പരിശോധിക്കുന്നതെന്ന് ഒരാൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ടെക്നോളജി ഉപയോഗപ്പെടുത്തി കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി മനുഷ്യൻ്റെ ഇടപെടൽ കുറയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ അഴിമതി ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഈ രാജ്യത്ത് പലതരത്തിൽ അഴിമതി ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് മോദി പറഞ്ഞ് ആ ചോദ്യം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. EDയെ കുറിച്ച് അദ്ദേഹം പറയാൻ ശ്രമിച്ചില്ല. സ്വാഭാവികമായും ഇതിന് മറുപടി പറയില്ലേ എന്ന് സിന്ധു സൂര്യകുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരിഹാസ ചിരി ഇൻ്റർവ്യൂവിൽ കാണാമായിരുന്നു. ചോദ്യകർത്താക്കൾ വിടാൻ തയ്യാറായില്ല. വീണ്ടും ചോദിച്ചു, ഞങ്ങൾ ഉദ്ദേശിച്ചത് EDയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിനെക്കുറിച്ച് താങ്കൾ പറയണമെന്ന്. നരേന്ദ്രമോദി പറഞ്ഞത് ഇപ്രകാരമാണ്: സത്യമായും എനിക്ക് ഈ കാര്യത്തിൽ വളരെ വലിയ നിരാശയാണുള്ളത്. കാരണം ഈ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ട്രെയിനിൽ TTRനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടിക്കറ്റ് എടുത്തോ എന്ന് പരിശോധിക്കാനുള്ളതാണ്. തീർച്ചയായും അവരിൽ പലരും ടിക്കറ്റ് എടുത്തിട്ടുണ്ടാകും. ടിക്കറ്റ് എടുത്താൽ പോലും TTR വന്ന് ചോദിക്കും, നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന്. ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് ഭയമുണ്ടാകില്ല, ടിക്കറ്റ് എടുക്കാത്ത ആളുകൾക്ക് തീർച്ചയായും ഭയമുണ്ടാകും. ടിക്കറ്റ് എടുത്തോ എന്ന് ചോദിക്കേണ്ടത് TTRൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനല്ല EDയും CBI ഒന്നും ഈ രാജ്യത്ത് ഉണ്ടാക്കിയത്, മുൻകാലത്തെ സർക്കാരുകളാണ്. അതുണ്ടാക്കിയത് ഈ രാജ്യത്ത് അഴിമതി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായി അവരവരുടെ ജോലി ചെയ്യുമ്പോൾ അതിനെ കുറ്റം പറയുന്നത് എന്ത് തരത്തിലുള്ള നീചമായ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിരാശനാണെന്ന് പറയുന്നത്. EDയും CBIയും ഒക്കെ വിവിധ കേസുകളിൽ ഈ രാജ്യത്തെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, EDയും CBIയും ഒക്കെ അന്വേഷിക്കുന്നതിൻ്റെ 97% ഈ രാജ്യത്തെ മറ്റു പല സ്ഥാപനങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചുമൊക്കെയാണ്. വെറും 3% കേസുകൾ മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തകരെ ബന്ധിച്ചുള്ളത്. പക്ഷേ ആ 3% രാഷ്ട്രീയ പ്രവർത്തകരെ ചോദ്യം ചെയ്യുമ്പോൾ പോലും അത് അംഗീകരിക്കാൻ ഇവിടെ പലരും തയ്യാറാകുന്നില്ല. ബാക്കിയുള്ള 97% ഉദ്യോഗസ്ഥരും വ്യക്തികളുമൊക്കെ പലതരത്തിൽ പല കേസുകളിൽപ്പെട്ട് ജയിലിലാണ്. എന്താണ് അവരെക്കുറിച്ച് നിങ്ങൾക്കാർക്കും ഒരു വിഷമവുമില്ലാത്തത്? ഈ രാജ്യത്ത് ഇത്തരം ഏജൻസികളുള്ളത് ഈ രാജ്യത്ത് അഴിമതി ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. UPA സർക്കാരിൻ്റെ കാലത്ത് EDയുമായി ബന്ധപ്പെട്ട, അതായത് PMLAയുമായി ബന്ധപ്പെട്ട കേസുകൾ ആകെ ഈ രാജ്യത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത് 1800 മാത്രമായിരുന്നു. എത്രത്തോളം വലിയ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയിരുന്ന കാലത്ത് EDക്ക് ഇവിടെ എടുക്കാൻ കഴിഞ്ഞത് വെറും 1800 കേസുകൾ മാത്രമാണ്. എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് 5000-ലധികം കേസുകൾ ഇവിടെ ED രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. UPA സർക്കാരിൻ്റെ കാലത്ത് ED ഈ രാജ്യത്താകെ സെർച്ച് ചെയ്തത് വെറും 84 കേസുകളിൽ മാത്രമാണ്. എന്നാൽ എൻ്റെ സർക്കാരിൻ്റെ ഈ 10 വർഷത്തിൽ 7000-ലധികം സെർച്ചുകൾ ED നടത്തി. അതവരുടെ കാര്യക്ഷമതയല്ലേ കാണിക്കുന്നത്? അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? മുൻ സർക്കാരിൻ്റെ കാലത്ത് വെറും 5000 കോടി രൂപ മാത്രമാണ് ഈ രീതിയിൽ ED റെയ്ഡ് ചെയ്ത് അറ്റാച്ച് ചെയ്തതെങ്കിൽ എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് 1.25 ലക്ഷം കോടി രൂപയാണ് ഇത്തരത്തിലുള്ള അഴിമതി നിറഞ്ഞ പണം, കള്ളപ്പണം ED അറ്റാച്ച് ചെയ്തത്. അതിനെ അനുമോദിക്കുന്നതിന് പകരം അതിനെ കുറ്റപ്പെടുത്തുന്നത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ്? നിങ്ങൾ പറയുന്നത് ഈ രാജ്യത്ത് അഴിമതി പാടില്ല, അഴിമതി നിർത്തണമെന്നാണ്. എന്നാൽ അഴിമതി നിർത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി അന്വേഷണ ഏജൻസികൾ യാതൊരു തടസ്സവുമില്ലാതെ അവരുടെ ജോലി ചെയ്യുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ്? ഒരു കാര്യം വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു തരത്തിലും ED അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസികളെ ഞാൻ എൻ്റെ ടൂളായി ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ഉപകരണമാക്കി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വിട്ടിട്ടില്ല. അവരെ തീർച്ചയായും സ്വതന്ത്രമായാണ് വിടുന്നത്. മുൻകാലങ്ങളിൽ സ്വതന്ത്രമായി വിട്ടിരുന്നില്ല. ഇപ്പോൾ സ്വതന്ത്രമായി വിടുന്നത് കൊണ്ട് അവരവരുടെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ മറുപടി. മോദിജി, താങ്കൾ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് ഇടപെടൽ നടത്തുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു ഫലം താങ്കൾക്ക് ലഭിക്കുന്നില്ല എന്ന് പരാതിയുണ്ടോ? കാരണം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും താങ്കൾ ഒരുപാട് തവണ അവിടെ വന്നു പ്രചാരണങ്ങൾ നടത്തി, പക്ഷേ അവിടെ പരാജയപ്പെട്ടു. സൗത്ത് ഇന്ത്യ താങ്കളെ നിരാകരിക്കുന്നു എന്ന അഭിപ്രായമുണ്ടോ? നോക്കൂ, BJPയെക്കുറിച്ച് എല്ലാ കാലത്തും പല രീതിയിലുള്ള ആരോപണങ്ങൾ പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് BJP സവർണരുടെ പാർട്ടിയാണെന്ന്. എന്നാൽ സത്യമെന്താണ്? ഏറ്റവും കൂടുതൽ ദളിത് MLAമാരും MP മാരും മന്ത്രിമാരും ഉള്ളത് എൻ്റെ പാർട്ടിയിലാണ്. ഏറ്റവും കൂടുതൽ OBC MLAമാരുള്ളതും MP മാരുള്ളതും എൻ്റെ പാർട്ടിയിലാണ്. എൻ്റെ മന്ത്രിസഭ തന്നെ നോക്കിക്കോളൂ. ഏറ്റവും കൂടുതൽ OBC മന്ത്രിമാരും ഏറ്റവും കൂടുതൽ ദളിത് മന്ത്രിമാരുമുള്ളത് പഴയ ഏത് സർക്കാരിൻ്റെ കാലത്ത് വെച്ച് നോക്കിയാലും ഈ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ളത്. പിന്നെ പറയാറുണ്ട് BJP നഗര കേന്ദ്രീകൃത പാർട്ടിയാണ്, ഗ്രാമങ്ങളിൽ BJPക്ക് വേരോട്ടമില്ലെന്ന്. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളിൽ വേരോട്ടമുള്ള പാർട്ടി BJPയാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തകരും ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നതും ഇന്ന് BJPക്ക് ഗ്രാമങ്ങളിൽ നിന്നാണ്. ആ നെഗറ്റീവും ഞങ്ങൾ പൊളിച്ചു. പിന്നെ പറയാറുണ്ട് BJP ഒരു പഴയ പാർട്ടിയാണ്, ആധുനിക കാലത്തിനനുസരിച്ച് മാറുന്നില്ല എന്നൊക്കെ. എന്നാൽ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുന്ന പാർട്ടിയും BJPയാണ്. ഏറ്റവും കൂടുതൽ ടെക്നോളജി ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സർക്കാരും BJPയുടേതാണ്.
അതുപോലെ തന്നെയാണ് സൗത്ത് ഇന്ത്യയിൽ BJPക്ക് വേരോട്ടമില്ല എന്നുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ മറ്റു പലരുടെയും അഭിപ്രായം. നിങ്ങളിപ്പോഴും കണക്കെടുത്ത് നോക്കിക്കോളൂ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ MP-മാരുള്ള, സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MP-മാരുള്ള സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി BJP ആണ്. ഒഡീഷയിൽ 8, തെലങ്കാനയിൽ 4, കർണാടകയിൽ 26. ഇത് നിങ്ങൾ കാണുന്നില്ല. ചെറിയ ചെറിയ പാർട്ടികൾക്ക് അവരുടേതായ സംസ്ഥാനങ്ങളിൽ ചില പ്രാതിനിധ്യമുണ്ട്. പക്ഷേ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് BJP ആണ്. ദക്ഷിണേന്ത്യയിലെ ഏതാണ്ട് എല്ലാ പ്രാദേശിക പാർട്ടികളും തീർച്ചയായും വളരെ വലിയ അഴിമതിയാണ് നടത്തുന്നത്. അതുമാത്രമല്ല, അതെല്ലാം ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഓരോ സംസ്ഥാനത്തും അവരുടെ മക്കൾ അങ്ങനെയുള്ള ഒരു കുടുംബ രാഷ്ട്രീയമാണ് നടത്തുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് കോൺഗ്രസിൻ്റെ യുവരാജാവ് ഓടി കേരളത്തിൽ വന്ന് അഭയം പ്രാപിച്ചിരിക്കുകയാണ്, വയനാട്ടിൽ. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, വ്യക്തമായി പറയുന്നു, വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് കഴിയുന്ന ഏപ്രിൽ 26 വേണ്ടി കാത്തിരിക്കുകയാണ് ആ യുവരാജാവ്. 26 വോട്ടെടുപ്പ് കഴിയുന്ന ദിവസം തന്നെ അദ്ദേഹം തീർച്ചയായും അവസാന ഘട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ യുവരാജാവ് മത്സരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഞാൻ പറഞ്ഞിരുന്നു, പ്രതിപക്ഷത്തെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഇത്തവണ പാർലമെൻറ്റിലേക്ക് മത്സരിക്കില്ല. കാരണം അവർക്ക് ജനങ്ങളെ നേരിടാൻ ഭയമാണ്. അവർ രാജ്യസഭയിലൂടെ എത്തുമെന്ന്. തീർച്ചയായും ഞാൻ പറഞ്ഞ് 2 ആഴ്ചകൾക്ക് ശേഷം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാജ്യസഭയിലൂടെ എത്തി. ജനങ്ങളെ നേരിടാൻ അവർക്ക് ഭയമാണ്. അടുത്ത ചോദ്യം, കോൺഗ്രസ് ജനങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് പുതിയ വാഗ്ദാനങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും 1 ലക്ഷം രൂപ കൊടുക്കും, സ്ത്രീകൾക്ക് 2000 രൂപ മാസം കൊടുക്കുമെന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? നോക്കൂ, ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അഭിപ്രായം പറയാൻ താല്പര്യമില്ല. എനിക്ക് എൻ്റെ പാർട്ടിയെക്കുറിച്ചും എൻ്റെ സർക്കാരിനെക്കുറിച്ചും പറയാനേ താല്പര്യമുള്ളൂ. കാരണം നിരാശയുടെ പടുകുഴിയിൽപ്പെട്ട അവർ ജയിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ കഴിയാത്ത എന്ത് വാഗ്ദാനവും അവർക്ക് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാം. പക്ഷേ എൻ്റെ തീരുമാനവും എൻ്റെ പാർട്ടിയുടെ തീരുമാനവും എൻ്റെ സർക്കാരിൻ്റെ തീരുമാനവും ജനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ അവർക്ക് സൗജന്യങ്ങൾ വാരിക്കോരി കൊടുക്കുക എന്നുള്ളതല്ല. തീർച്ചയായും ഈ രാജ്യത്ത് സൗജന്യങ്ങൾ അർഹിക്കുന്ന ജനതയുണ്ട്. ഈ രാജ്യത്തിലെ ദാരിദ്ര്യം മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചില സഹായങ്ങൾ സർക്കാർ ചെയ്യേണ്ടതുണ്ട്. അത് വേറെ രീതിയിൽ ചെയ്യാനാണ് എൻ്റെ സർക്കാർ ആഗ്രഹിക്കുന്നത്. അത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും ഞാൻ അങ്ങനെ തന്നെയാണ്, പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ സഹായങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് ഞങ്ങൾ ചെയ്യാറുമുണ്ട്. മുദ്രാ യോജന വഴി ഈടില്ലാതെ അവർക്ക് ലോൺ എടുത്ത് ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നു. കിസാൻ സമ്മാൻ നിധി വഴി വർഷം 6000 രൂപ അവർക്ക് കാർഷിക വിളകൾക്ക് കീടനാശിനി അടിക്കാൻ ഞങ്ങൾ നൽകുന്നു. 80 കോടി ആളുകൾക്ക് ഞങ്ങൾ സൗജന്യമായി അരിയും ധാന്യങ്ങളും നൽകുന്നു. പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന വഴി സാധാരണക്കാർക്ക് 80% വിലക്കുറവിൽ ഈ രാജ്യത്ത് മരുന്ന് വാങ്ങാൻ കഴിയുന്നു. 30-ലധികം മെഡിക്കൽ ഉപകരണങ്ങൾ അവർക്ക് ജൻ ഔഷധി ഔട്ട്ലെറ്റിൽ നിന്ന് 80% വിലക്കുറവിൽ വാങ്ങാൻ കഴിയുന്നു. ആയുഷ്മാൻ ഭാരത് യോജന എന്ന പദ്ധതി വഴി 5 ലക്ഷം രൂപ വരെ ചികിത്സ അവർക്ക് സൗജന്യമായി ലഭിക്കാൻ കഴിയുന്നു. ഈ രീതിയിൽ അവരുടെ ചിലവുകൾ കുറച്ച് അവരെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. PM വിശ്വകർമ്മ യോജന വഴി ഈ രാജ്യത്ത് കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഉപകരണങ്ങൾ വാങ്ങാനുള്ള പണം സർക്കാർ നൽകുന്നു. ഈ രീതിയിലാണ് അവരെ ശക്തിപ്പെടുത്താൻ BJP ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ താല്പര്യം എന്താണെന്ന് എനിക്കറിയില്ല. ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം തന്നെ നമ്മളെക്കാൾ കൂടുതൽ ഈ രാജ്യത്തോട് സ്നേഹമുള്ളവരാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരിക്കൽ ചെങ്കോട്ടയിൽ നിന്ന് പറഞ്ഞു, ഗ്യാസിൻ്റെ സബ്സിഡി ഉപേക്ഷിക്കാൻ പറ്റുന്നവർ ഉപേക്ഷിക്കണമെന്ന്. പണം കൊടുത്ത് വാങ്ങാൻ കഴിവുള്ളവർ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാതെ സബ്സിഡി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. 1 കോടിയിലധികം ആളുകളാണ് ഈ രാജ്യത്ത് എൻ്റെ വാക്ക് കേട്ട് സബ്സിഡി ഉപേക്ഷിച്ചത്. അവരുടെ കഴിവിനെ നമ്മൾ തള്ളിക്കളയരുത്, അവരെ നമ്മൾ കളിയാക്കരുത്. ഇത്തരം സൗജന്യ പ്രഖ്യാപനങ്ങൾ അവരെ കളിയാക്കുന്നതിന് തുല്യമാണ്. കോവിഡിൻ്റെ കാലത്ത് ജനങ്ങൾ എന്നോടൊപ്പം നിന്നത് അവർക്ക് എന്നിൽ വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ടാണ്. എന്തിന്? പ്രതിപക്ഷത്തുൾപ്പെടെയുള്ള എത്രയോ പാർട്ടി MP-മാരോട് ഞാൻ പറഞ്ഞു, കോവിഡ് കാലത്ത് നിങ്ങളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ പോവുകയാണെന്ന്. അവരത് കേട്ടു, അവരതിന് തയ്യാറായി. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഫെസിലിറ്റിയാണ് ഒരു സർക്കാർ ഒരുക്കേണ്ടത്. അതാണ് എൻ്റെ സർക്കാർ ചെയ്യുന്നത്. മറ്റൊരു ഉദാഹരണമായി വൈദ്യുതി ബില്ല് കുറയ്ക്കുന്നതിന് വേണ്ടി LED ബൾബുകൾ കൊണ്ടുവന്നു. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് 400 രൂപ വേണമായിരുന്നു ഒരു CFL വാങ്ങുന്നതിന്. മോദി സർക്കാരിൻ്റെ കാലത്ത് വെറും 40 രൂപയ്ക്ക് CFL വാങ്ങാനും കഴിഞ്ഞു. ഒരു മാസത്തെ വൈദ്യുതി ബില്ലിൽ ഏതാണ്ട് 30-40% വരെ LED ബൾബുകൾ കാരണം കുറയ്ക്കാനും കഴിഞ്ഞു. അതുമാത്രമല്ല, ഇപ്പോൾ PM സൂര്യഘർ എന്നൊരു പദ്ധതി ഞാൻ കൊണ്ടുവരുന്നുണ്ട്. സോളാർ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് 300 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾക്ക് സൗജന്യമായി വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. ആ രീതിയിലാണ് എൻ്റെ സർക്കാർ ജനങ്ങളെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ടല്ല. സാധാരണ പൗരൻ്റെ ഏറ്റവും വലിയ ചിലവെന്ന് പറയുന്നത് ചികിത്സയും മരുന്നുകളുമാണ്. അതിൽ 80% കുറവ് വരുത്താൻ സർക്കാരിൻ്റെ PM ജൻ ഔഷധി എന്ന മെഡിക്കൽ സ്റ്റോറുകൾ വഴിയും ആയുഷ്മാൻ ഭാരത് യോജന എന്ന സൗജന്യ ഇൻഷുറൻസ് വഴിയും കഴിഞ്ഞു. അതാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. അടുത്തത് സിന്ധു സൂര്യകുമാറിൻ്റെ ചോദ്യമായിരുന്നു. ഞാൻ കേരളത്തിൽ നിന്നുമാണ്, അതുകൊണ്ട് തന്നെ എനിക്കറിയേണ്ടത് കൂടുതലും കേരളത്തെക്കുറിച്ചാണ്. താങ്കൾ കേരളത്തിൽ തുടർച്ചയായി വരുന്നു. കേരളത്തിലെ സഹകരണ വകുപ്പിൽ
ഒരുപാട് ഇടപെടൽ നടത്തുന്നു. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻ ഉണ്ടാകുമോ? അതാണ് എനിക്കറിയേണ്ടത്. അതായിരുന്നു സിന്ധു സൂര്യകുമാറിൻ്റെ ചോദ്യം. അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: സഹകരണ മന്ത്രാലയത്തിൻ്റെ തട്ടിപ്പിൽ ഞാൻ ഇടപെടുന്നത് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തന നിലയിലല്ല. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഞാനത് ചെയ്തത്. ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കേരളത്തിലെ കർഷകരുടെ, തൊഴിലാളികളുടെ, ഉദ്യോഗസ്ഥരുടെ, മീൻപിടുത്തക്കാരുടെ, സാധാരണക്കാരുടെ പണമാണ് ഈ ബാങ്കിലുള്ളത്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ നേതാക്കൾ പ്രോപ്പർട്ടി വാങ്ങിക്കൂട്ടി അവരെ പറ്റിക്കുകയാണ്. മക്കളുടെ വിവാഹത്തിന് വേണ്ടി, പഠനാവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ അവർ സ്വരുക്കൂട്ടി ബാങ്കിൽ നിക്ഷേപിച്ച പണം ചില രാഷ്ട്രീയക്കാർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് എടുത്തുപയോഗിക്കുകയാണ്. അത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? തീർച്ചയായും അത് ജനദ്രോഹമാണ്, സാധാരണക്കാർക്കെതിരെയുള്ള ദ്രോഹമാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനതിൽ കൂടുതൽ ശക്തമായി ഇടപെടാൻ തുടങ്ങിയത്. എനിക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് 300-ലധികം ബാങ്കുകൾ കേരളത്തിൽ ഇടതുപക്ഷം നിയന്ത്രിക്കുന്നു എന്നാണ്. 1 ലക്ഷം കോടിയിലധികം രൂപ സാധാരണക്കാരുടെ പണം ഇത്തരം ബാങ്കുകളിലുണ്ട്. ആ പണം എന്തൊക്കെയോ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ചില വ്യക്തികൾ, രാഷ്ട്രീയ നേതാക്കൾ തട്ടിപ്പ് നടത്തി പാവങ്ങളെ പറ്റിച്ച് പണമുണ്ടാക്കി വലിയ അഴിമതി നടത്തുന്നു. അതുകൊണ്ടാണ് അതിൽ തീർച്ചയായും ഇടപെട്ടത്. തീർച്ചയായും അതിൽ വളരെ വലിയ പോസിറ്റീവായ തീരുമാനങ്ങളുണ്ടാകും. ഞാൻ EDയോടും AGയോടും നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇങ്ങനെ ED അറ്റാച്ച് ചെയ്ത പണം നിക്ഷേപിച്ച സാധാരണക്കാർക്ക് തിരികെ കൊടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഭേദഗതി വരുത്തി സാധാരണക്കാർ നിക്ഷേപിച്ച പണം തിരികെ കൊടുക്കുക തന്നെ ചെയ്യും. ഒരു ബാങ്കിൽ നിന്ന് മാത്രം 90 കോടി രൂപയാണ് അറ്റാച്ച് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, ED ഈ സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആകെ 17,000 കോടി രൂപയാണ് അറ്റാച്ച് ചെയ്തത്. 17,000 കോടി രൂപ. ഒരു ബാങ്കിൽ നിന്ന് മാത്രം 90 കോടി രൂപ. എത്രയോ സാധാരണക്കാരുടെ പണമാണത്. എത്ര വലിയ ചതിയാണ് സാധാരണക്കാരോട് ചെയ്യുന്നത്. ഇതൊക്കെ തട്ടിപ്പിലൂടെ സമാഹരിച്ച് എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിക്കാൻ കഴിയുന്നത്? തീർച്ചയായും ഇതിന് തീർച്ചയായും നടപടി എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. സിന്ധു സൂര്യകുമാറിൻ്റെ അടുത്ത ചോദ്യം എന്നത് കേരളം സുപ്രീം കോടതി നൽകിയ പരാതിയെക്കുറിച്ചാണ്. കേരളം മാത്രമല്ല, കർണാടകയും പറയുന്നു ഇവിടുന്ന് കൊണ്ടുപോകുന്ന നികുതിയുടെ വളരെ ചെറിയ വിഹിതം മാത്രമേ കേരളത്തിലേക്ക് ലഭിക്കുന്നുള്ളൂ എന്നത്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്നായിരുന്നു. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. എൻ്റെ മനസ്സിലുള്ളത് ഭാരതം എന്ന രാജ്യം മാത്രമാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോട് പ്രത്യേക മമതയോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോട് പ്രത്യേക സ്നേഹമോ വിദ്വേഷമോ ഒന്നും എനിക്കില്ല. അത് കാശ്മീരിലാണെങ്കിലും, ഗുവാഹത്തിയിലാണെങ്കിലും, ഗോവയിലാണെങ്കിലും, കേരളത്തിലാണെങ്കിലും, കർണാടകയിലാണെങ്കിലും അവിടെയുള്ള ഏറ്റവും അവസാനത്തെ ഗ്രാമങ്ങളിലെ വ്യക്തികൾക്ക് പോലും സർക്കാരിൻ്റെ പദ്ധതികൾ ലഭിക്കണം, അതിൻ്റെ സഹായം ലഭിക്കണം. അതിൽ ഒരു മാറ്റവുമില്ല. നിങ്ങൾ പറയൂ, ഹിമാലയത്തിൽ നിന്നാണ് രാജ്യത്തെ എല്ലാ നദികളും ഏതാണ്ട് ഉത്ഭവിക്കുന്നത്. ഹിമാലയം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനങ്ങൾ പറയുകയാണ് ഇവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാവർക്കും വെള്ളം തരുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് മാത്രമേ നൽകാൻ പറ്റൂ എന്ന് ഒരു സംസ്ഥാനം പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ കൽക്കരി. നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരിയാണ്. കൽക്കരി ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ല. ബീഹാർ, ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് കൽക്കരി ഏറ്റവും കൂടുതലുള്ളത്. ആ സംസ്ഥാനങ്ങൾ പറയുകയാണ് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഞങ്ങൾ തരില്ല കൽക്കരി, ഞങ്ങളുടെ ഉപയോഗത്തിനുള്ളതാണെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഈ ചിന്താഗതിയിലാണ് മാറ്റമുണ്ടാകേണ്ടത്. ഞാനിനി ഒരു കാര്യം പറയാം. എൻ്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ റവന്യൂ വിഹിതത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരുന്നത് ആകെയുള്ള വരുമാനത്തിൻ്റെ 32% മാത്രമായിരുന്നു. ഞാൻ അധികാരത്തിലേറിയ ഉടൻ തന്നെയാണ് 15ാം ധനകാര്യ കമ്മീഷന് റിപ്പോർട്ട് വന്നത് 42% സംസ്ഥാനങ്ങൾക്ക് വിഹിതം നൽകണമെന്ന്. ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു ഇത്രയും വലിയൊരു തുക സംസ്ഥാനങ്ങൾക്ക് കൊടുത്താൽ തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, വളരെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. എനിക്കും സംശയങ്ങളുണ്ടായിരുന്നു. ഞാൻ പലരോടും ഡിസ്കസ് ചെയ്തു. എല്ലാവരും എന്നോട് പറഞ്ഞത് ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് അംഗീകരിക്കേണ്ടതില്ല എന്നാണ്. കാരണം ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് അംഗീകരിക്കണോ വേണ്ടയോ, 42% എന്നത് 40 ആക്കാം, 36 ആക്കാം, വേണമെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കാം, 32 തന്നെ നിലനിർത്താം. ഇതെല്ലാം ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. പക്ഷേ ഞാൻ ആലോചിച്ചു, ഞാനും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, ഞാനും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ 15ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായും അതുപോലെ അംഗീകരിക്കാൻ തീരുമാനിച്ചു. 42% പണം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. കാരണം ആ പണം കൊണ്ട് ആ സംസ്ഥാനങ്ങൾ വളരട്ടെ. സംസ്ഥാനങ്ങൾ വളരുമ്പോൾ ഓരോ സംസ്ഥാനം വളരുമ്പോഴും അതിൻ്റെ പുരോഗതി രാജ്യത്തിനാണ് ഉണ്ടാകുന്നത്. അവർക്കതിനുള്ള അവസരമാണ് ഞാൻ നൽകിയത്. ഞാനവിടെ അവരെ തടയാൻ പോയില്ല. ഇനി ഞാൻ കണക്കുകൾ കൂടി പറയാം. ഞാൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള 10 വർഷം UPA സർക്കാരിൻ്റെ 10 വർഷത്തിൽ കർണാടകയ്ക്ക് ലഭിച്ചിരുന്നത് 85,000 കോടി രൂപയായിരുന്നു. 10 വർഷം കേന്ദ്രവിഹിതമായി കർണാടകയ്ക്ക് നൽകിയിരുന്നത് 85,000 കോടി രൂപയായിരുന്നു. എൻ്റെ 10 വർഷത്തിൽ കർണാടകയ്ക്ക് നൽകിയത് 3 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര നികുതി വിഹിതമായി. UPA സർക്കാരിൻ്റെ കാലത്തെ 10 വർഷത്തിൽ തമിഴ്നാടിന് ലഭിച്ച കേന്ദ്രവിഹിതം 95,000 കോടി രൂപയായിരുന്നു.
എന്നാൽ എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് 10 വർഷം നൽകിയത് 3.5 ലക്ഷം കോടി രൂപയാണ്. കേരളത്തിൻ്റെ കാര്യം നോക്കിയാൽ UPA സർക്കാരിൻ്റെ 10 വർഷത്തിൽ കേരളത്തിന് ലഭിച്ച കേന്ദ്ര വിഹിതം 46,000 കോടി രൂപയാണ്. എന്നാൽ എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് 10 വർഷം കേരളത്തിന് നൽകിയ കേന്ദ്ര വിഹിതം 1.5 ലക്ഷം കോടി രൂപയാണ്. ഈ കണക്കുകൾ കള്ളം പറയാൻ പറ്റുമോ? ഇതെല്ലാം ബജറ്റിൽ രേഖകളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, UPA സർക്കാരിൻ്റെ കാലത്തെ 10 വർഷത്തിൽ കേരളവും തമിഴ്നാടും കർണാടകയുമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിരുന്നു, പങ്കാളികളായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് ഇത്രയും തുകയെ നൽകിയുള്ളൂ. ഈ സർക്കാരിൻ്റെ ഭാഗമല്ലാതിരുന്നിട്ടും ഒരു തരത്തിലുള്ള രാഷ്ട്രീയത്തിന് ശ്രമിക്കാതെ ഞങ്ങൾ അവർക്ക് നൽകിയ തുകയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എവിടെയാണ് ഇതിൽ വ്യത്യാസം നിങ്ങൾ കാണുന്നത്? എനിക്ക് വിഷമം തോന്നുന്നത്, സംസ്ഥാന പാർട്ടികൾക്ക് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. കാരണം അവർക്കത് പറയാമല്ലോ. കാരണം തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷേ 10-60 വർഷം ഈ രാജ്യം ഭരിച്ചിരുന്ന ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ആളുകൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രാദേശികവാദം പറയുന്നത്, ഈ രീതിയിലുള്ള മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങൾക്ക് എത്ര ദൗർഭാഗ്യകരമാണെന്ന് ആലോചിച്ച് നോക്കൂ. കർണാടകയിലൊരു MP തന്നെ പറയുന്നത്, ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വേറെ രാജ്യം പോലെ സംസ്ഥാനങ്ങളെ മാറ്റണമെന്നാണ്. ആ തരത്തിലുള്ള വിഘടനവാദത്തെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തെ ഭരണഘടനയെ മാനിച്ചുകൊണ്ട് വേണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും സംസാരിക്കാൻ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ഭരണം നടത്താൻ. ഭാരതം നമ്മുടെ രാജ്യമാണ് എന്ന് അംഗീകരിക്കണം. ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഓരോ സംസ്ഥാനങ്ങളും വ്യക്തികളും നേതാക്കളും തയ്യാറാകണം. തീർച്ചയായും ഇത്തരമുള്ള പ്രസ്താവനകൾ തീർത്തും ദൗർഭാഗ്യകരമാണ്. ഇങ്ങനെയുള്ള പ്രസ്താവന നടത്തുന്നവരെ നിയന്ത്രിക്കേണ്ടത് അതാത് രാഷ്ട്രീയ പാർട്ടികളാണ്. അതവർ ചെയ്യുന്നില്ലെങ്കിൽ ഗവൺമെൻറ്റിന് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതുമാത്രമേ ഞാൻ ഈ കാര്യത്തിൽ പറയുന്നുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, അവിടെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അവർക്ക് പണം നൽകിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, SDRF വഴി ആ സംസ്ഥാനത്തിന് നൽകേണ്ട 900 കോടി രൂപ കൊടുത്തതിന് ശേഷമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തം ഉണ്ടായാലും ഈ രാജ്യത്തിൻ്റെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം അനുസരിച്ചുള്ള ഒരു ടീം അവിടെ പോയി വിസിറ്റ് ചെയ്ത് അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി അവർക്ക് നമ്മൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ പണം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പഠിച്ച് അതിനുശേഷം അവർക്ക് ആവശ്യമുള്ള തുക നൽകും. തീർച്ചയായും ഇത് പരിശോധിക്കുന്ന രാഷ്ട്രീയക്കാരല്ല, മന്ത്രിമാർ പോയി സന്ദർശിക്കും. പക്ഷേ ഇതെല്ലാം പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് തീർത്തും പ്രൊഫഷണലായ ഉദ്യോഗസ്ഥരാണ്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ സഹായം നൽകുന്നത്. അങ്ങനെ റിപ്പോർട്ട് അനുസരിച്ച് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സഹായം നൽകാൻ പറ്റില്ല. പക്ഷേ എന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയെടുത്ത് ആ സംസ്ഥാനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകി. അത് വാങ്ങി വെച്ചതിന് ശേഷമാണ് ഈ രീതിയിൽ ദുരാരോപണങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം തന്നെ നോക്കൂ. അവർക്ക് കൃത്യമായി കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. എന്നിട്ടും സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ പോകുന്നു. ഇന്നത്തെ കാലത്ത് മോദി സർക്കാരിൻ്റെ കാര്യത്തിൽ ഫാഷനാണ് സുപ്രീം കോടതിയിൽ എല്ലാ കാര്യത്തിനും പോയി കേസ് കൊടുക്കുക. അവിടെ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ അത് വെച്ച് ആഘോഷിക്കുകയാണ്. കേരളം തന്നെ പോയില്ലേ? പോയിട്ട് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? ഇനി പറയാനൊന്നുമില്ലാത്ത തരത്തിൽ കണക്കിന് ശകാരം ലഭിച്ചു കേരളത്തിന്. പക്ഷേ എന്നിട്ടും അവരത് മനസ്സിലാക്കുന്നില്ല, പഠിക്കുന്നില്ല. അതാണ് പ്രശ്നം. പക്ഷേ എൻ്റെ വിഷമം എന്ന് പറയുന്നത്, ഇതൊക്കെ അവർ ചെയ്യുന്നത് രാഷ്ട്രീയ മൈലേജിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളെ പറ്റിക്കുന്നതിനും വോട്ട് ലഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിലെ സത്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളാണ്. നിങ്ങളത് കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അതിനെയാണ് കുറ്റം പറയുന്നത്. രാഷ്ട്രീയക്കാർക്ക് ഒരുപക്ഷെ പല ലക്ഷ്യങ്ങളുണ്ടാവാം, പക്ഷേ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ സത്യമായി തന്നെ ജനങ്ങളോട് പറയേണ്ടതാണ്. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. കേന്ദ്ര സർക്കാരിൻ്റെ പക്ഷം പറയണമെന്നോ സംസ്ഥാനങ്ങളുടെ പക്ഷം പറയണമെന്നോ ഞാൻ പറയുന്നില്ല. സത്യങ്ങൾ സത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, ഈ രാജ്യത്തെ ജനങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അത് പറയാൻ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കണം. അതാണ് എൻ്റെ അപേക്ഷ. അടുത്ത ചോദ്യം, സംസ്ഥാനങ്ങളും ഗവർണറും തമ്മിലുള്ള പോരിനെക്കുറിച്ചാണ്. തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും കേരളത്തിലും ഒക്കെ ആ രീതിയിലുള്ള പോരുകൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് മോദിയുടെ അഭിപ്രായം? ഗവർണറുടെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശത്രു രാജ്യങ്ങളിൽ പോലും ഭാരതത്തിൻ്റെ എംബസികളും ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് നമ്മളോട് പല രീതിയിലുള്ള ശത്രുതയും ഉണ്ടാവാം. പക്ഷേ എന്നാൽ പോലും ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുടെ, ഇന്ത്യയുടെ ഓഫീസിൻ്റെ സുരക്ഷിതത്വം നോക്കുന്നത് ആ രാജ്യത്തെ സർക്കാരും ആ രാജ്യത്തെ പോലീസും പട്ടാളവുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാനിലാണെങ്കിൽ പോലും, അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും, മറ്റേത് രാജ്യത്താണെങ്കിലും, നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി ആയതുകൊണ്ട് മാത്രം ഒരു ഗവർണർ തെരുവിൽ ആക്രമിക്കപ്പെടുന്നത് എത്ര തരത്തിലുള്ള നീചമായ രാഷ്ട്രീയമാണ്. ശത്രു രാജ്യങ്ങൾക്ക് പോലും തോന്നാത്ത തരത്തിലുള്ള നീചമായ ചിന്താഗതി എന്ത് തരത്തിലുള്ള മെസ്സേജാണ് ഈ സമൂഹത്തിന് നൽകുന്നത്, ഈ ലോകത്തിന് നൽകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ നോക്കൂ, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒരു നല്ല ഗവർണർ സംസ്ഥാനത്തിന് വേണ്ടി എന്നോട് അപേക്ഷ നൽകിയിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തെ ഏത് രീതിയിലാണ്
ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയിലെ ചെറുപ്പക്കാർ നേരിടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴി ഗവർണറിനെ തടഞ്ഞു വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുക, കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക. ലോകത്തിന് എത്ര മോശമായ മെസ്സേജാണ് ആ സംസ്ഥാനം നൽകുന്നത്? അപമാനമല്ലേ ആ നാടിന്? തമിഴ്നാട്ടിലാവട്ടെ, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഗവർണറുടെ വസതിക്ക് മുമ്പിൽ ബോംബ് പൊട്ടിക്കുന്നു അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. ഇത് തമിഴ്നാടിന് നൽകുന്നത് എന്ത് ശോഭയാണ്? മഹാരാഷ്ട്രയിൽ ഒരു സമയത്ത് ഗവർണർക്ക് പോകുന്നതിനുള്ള ഹെലികോപ്റ്റർ അവർ തടഞ്ഞു, കൊടുത്തില്ല. കേന്ദ്രം വിഹിതം കൊടുത്തില്ല എന്ന് പറഞ്ഞ് രാജ്ഭവനുള്ള പണം കൊടുക്കാതിരുന്നു കേരളത്തിലെ സർക്കാർ. എന്തൊരു അപമാനമാണെന്ന് ആലോചിച്ച് നോക്കൂ. നാളെ കേന്ദ്ര വിഹിതം കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് രാജ്ഭവനിലേക്കുള്ള വൈദ്യുതം പോലും വിച്ഛേദിക്കുന്ന തരത്തിലുള്ള സർക്കാരാണ് അവിടെ ഉള്ളത്. എന്തൊരു മോശം പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കേണ്ടത് ജനങ്ങളാണ്. കുറച്ചുകൂടി മര്യാദ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കാര്യത്തിൽ കാണിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രീതിയിലുള്ള പരാതികളൊന്നും ആരിഫ് മുഹമ്മദ് ഖാൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു രീതിയിലും അദ്ദേഹം എന്നോട് ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ പത്രങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അദ്ദേഹം എല്ലാം സഹിക്കുന്ന ആളാണ്. പക്ഷേ ഇത് ചെയ്യുന്ന തെറ്റാണ്. ഗുജറാത്തിലും ഉണ്ടായിരുന്നല്ലോ ഗവർണർമാർ. ഞാനും 14 വർഷം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? അവിടെ ഉണ്ടായിരുന്ന ഗവർണർമാരെല്ലാം തന്നെ കോൺഗ്രസ് നിയമിച്ച ആളുകളായിരുന്നില്ലേ? ഞാൻ അവരോട് വഴക്കിടുകയാണോ ചെയ്തത്? എൻ്റെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവരോട് ചേർന്ന് നിന്നുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. അവരെൻ്റെ കൂടെ നിർത്താനാണ് ഞാൻ ശ്രമിച്ചത്. അങ്ങനെയല്ലേ ഒരു സംസ്ഥാനം മുമ്പോട്ട് പോകേണ്ടത്? വീണ്ടും സിന്ധു സൂര്യകുമാറിൻ്റെ ചോദ്യം, കേരളത്തിൽ എന്തുകൊണ്ടാണ് BJPക്ക് ചൂടുറപ്പിക്കാൻ കഴിയാത്തത്? കേരളത്തിലെന്നല്ല, BJP രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അവിടെ ഭരണം നേടുന്നതിന് വേണ്ടി മാത്രമല്ല, ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഞങ്ങളുടെ നയം. നിങ്ങൾക്ക് പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. 1967 ജനസംഘത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഉണ്ടായിരുന്നത് കേരളത്തിലാണ്. 2024 അവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്ന് കരുതി ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങളവിടെ അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഏത് പ്രകൃതി ദുരന്തമുണ്ടായാലും ഏറ്റവും മുമ്പിലുണ്ടാകുന്നത് സംഘത്തിൻ്റെ സേവാഭാരതിയുടെ പ്രവർത്തകരാണ്. ആ രീതിയിൽ ജനസേവനമാണ് ഞങ്ങളുടെ ഉദ്ദേശം. കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പല പ്രശ്നങ്ങളുമുണ്ട്. കാരണം എത്ര വലിയ അഴിമതികൾ ചെയ്താലും അത് മൂടിവെക്കാൻ പറ്റിയ ഒരു ഇക്കോസിസ്റ്റം അവിടെയുണ്ട്. അവരെ പിന്തുണയ്ക്കുന്ന പല ആളുകളുമുണ്ട്. അത് പുറത്തു വരാതെ നോക്കാനുള്ള സംവിധാനം അവർക്കുണ്ട്. അതാണ് കേരളത്തിലെ പ്രശ്നം. എന്ന് കരുതി ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തന്നെ വാർത്തയിൽ തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന ഇടതുപക്ഷക്കാരെയാണല്ലോ കാണിക്കുന്നത്. കേരളത്തിലാവട്ടെ അവർ തമ്മിൽ മത്സരിക്കുന്നു. ഇതൊക്കെ കണ്ട് ജനങ്ങൾക്ക് ഇപ്പോൾ സത്യം മനസ്സിലാകുന്നുണ്ട്. അവരും ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ടല്ലോ. മോദി സർക്കാരിൻ്റെ സദ്ഭരണവും കേരളത്തിലെ സർക്കാർ നടത്തുന്ന ചില ഗിമ്മിക്കുകളും അതാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. കോവിഡിൻ്റെ സമയത്ത് അവർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രതിരോധം നടത്തിയത് കേരളമാണെന്ന്. പക്ഷേ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് കേരളത്തിലാണല്ലോ. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ സഹായത്തോടുകൂടി പല രീതിയിലും അവർക്ക് വേണ്ട രീതിയിൽ നരേറ്റീവുകൾ സൃഷ്ടിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അത് എല്ലാ കാലത്തും ജനങ്ങളെ അങ്ങനെ കബളിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. സിന്ധു സൂര്യകുമാറിൻ്റെ അടുത്ത ചോദ്യം, കേരളത്തിൽ ക്രൈസ്തവ പക്ഷത്തെ കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടും അത് വേണ്ട രീതിയിൽ വിജയിക്കുന്നുണ്ടോ? നോക്കൂ, BJPക്കും എനിക്കും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ കൂട്ടുപിടിക്കണമെന്ന് ആഗ്രഹമില്ല. ആ രീതിയിലുള്ള പ്രവർത്തനമല്ല ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വളരെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. എത്രയോ വർഷമായി ഗോവ ഞങ്ങൾ ഭരിക്കുന്നത് ക്രൈസ്തവ സഹോദരങ്ങളുടെ സഹായത്തോടെ തന്നെയാണ്. ഇപ്പോഴും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPയും BJPയുടെ സഖ്യകക്ഷികളും ആ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ സഹായത്തോടെയാണ്. അവിടെ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവിടെ MLAമാരും MP മാരും മന്ത്രിമാരും ഞങ്ങളുടെ ഘടകകക്ഷിയിലെ മുഖ്യമന്ത്രിമാർ വരെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പിന്നെ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ വർഷത്തിൽ 5-6 തവണ ക്രൈസ്തവ വിഭാഗത്തിലെ ബിഷപ്പുമാരോട് ചർച്ചകൾ നടത്തുന്ന ആളാണ്. ഈ കഴിഞ്ഞ ക്രിസ്മസിന് പോലും അവർക്ക് വിരുന്ന് നൽകിയ ആളാണ്. ഞാൻ അവരോട് നിരന്തരം ആശയവിനിമയം നടത്താറുണ്ട്. അവർ എന്നെ കാണുമ്പോൾ എന്നോട് പറയുന്നത് കേരളത്തിലുള്ള സർക്കാരുകളുടെ ഭരണത്തിൽ അവർ അതൃപ്തരാണ് എന്നാണ്. ചർച്ചിൻ്റെ പ്രോപ്പർട്ടിയിൽ പോലും സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല. വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അവരെ തമ്മിലടിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യണമെന്നാണ് ക്രൈസ്തവ സഭയിലെ വികാരിയച്ഛന്മാർ ബിഷപ്പുമാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വത്തിക്കാനിൽ പോയപ്പോഴും പോപ്പും എന്നോട് വളരെ വലിയ അനുകൂലമായ നിലപാടാണ് എടുത്തത്. പല കാര്യത്തിലും ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ അദ്ദേഹം ഇന്ത്യയെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഔപചാരികമായി ക്ഷണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഉടൻ തന്നെ അടുത്ത വർഷം പോപ്പ് ഇന്ത്യ സന്ദർശിക്കുമെന്നാണ്. അതുമാത്രമല്ല,
ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ അധിവസിക്കുന്ന തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എൻ്റെ സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലവർ തൃപ്തരാണ്. എല്ലാ ആളുകളെയും ഒന്നിച്ച് കൊണ്ടുപോകാനാണ് എൻ്റെ സർക്കാർ ശ്രമിക്കുന്നത്. അതിലൊരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഞങ്ങൾക്കില്ല. സിന്ധു സൂര്യകുമാറിൻ്റെ അടുത്ത ചോദ്യം, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പിണറായി വിജയനുമായി നരേന്ദ്രമോദി എന്തോ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ പിണറായി വിജയനെ ആക്രമിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും സ്വർണ്ണക്കടത്ത് കേസിലും മറ്റുമൊക്കെ താങ്കൾ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. നോക്കൂ, പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാൻ ഒരു അന്വേഷണ ഏജൻസികളിലും ഒരു തരത്തിലുമുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്താറില്ല. അവരുടെ ജോലി അവർ കൃത്യമായി ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഏപ്രിൽ 15-ാം തീയതി ഞാൻ കേരളത്തിൽ വന്നപ്പോൾ പോലും ഞാൻ പറഞ്ഞിരുന്നു, CMR അഴിമതിയെക്കുറിച്ച് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലിനെക്കുറിച്ച് ഞാൻ വളരെ ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ തന്നെ ഈ കേരളത്തിലെ സഹകരണ വകുപ്പിലെ അഴിമതി പുറത്തു കൊണ്ടുവന്നത് BJP ആണ്. അതിലിടപെടുന്നത് ഞങ്ങളാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് മുൻകാലങ്ങളിൽ കുറച്ചെങ്കിലും ബഹുമാനമുണ്ടായിരുന്നു. കാരണം കോൺഗ്രസിനെ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാദേശിക പാർട്ടികളെ പോലെ കുടുംബാധിപത്യം ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല. അഴിമതിയും ഒരു പരിധിയിൽ കൂടുതലുണ്ടായിരുന്നില്ല. പക്ഷേ പിണറായി വിജയൻ സർക്കാർ ഇന്ന് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബവും. ബീഹാറിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു നേതാവുണ്ടല്ലോ, അതിനേക്കാൾ മോശമായ അവസ്ഥയിലാണ് ഇന്ന് പിണറായി വിജയൻ കേരളത്തിൽ. ആ തരത്തിലുള്ള കുടുംബവാഴ്ചയും അഴിമതിയുമാണ് കേരളത്തിൽ നടത്തുന്നത്. അതിനെതിരെ വളരെ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. പിന്നെ കോൺഗ്രസ്, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഒരു നുഖത്തിൽ കെട്ടിയ രണ്ട് കഴുതകളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. അതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിന് പുറത്ത് വന്ന് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിൽ അവർക്കെതിരെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ കാപട്യം കാണിക്കുന്നവരൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ കോൺഗ്രസ് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ പിണറായി വിജയനെ പിടിച്ച് ജയിലിലിടുന്നില്ല എന്നാണ്. അതേ കോൺഗ്രസ്സുകാർ തന്നെ അന്വേഷണ ഏജൻസികൾ കെജ്രിവാളിനെ ചോദ്യം ചെയ്ത് ജയിലിലിട്ടപ്പോൾ പറയുന്നു, ദാണ്ടെ നിങ്ങൾ രാഷ്ട്രീയക്കാരെ അപമാനിക്കുന്നു, രാഷ്ട്രീയക്കാരെ ജയിലിലിടുന്നുവെന്ന്. ഇതെന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ്? സിന്ധു സൂര്യകുമാറിൻ്റെ അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ അങ്ങയുടെ ചിത്രം പതിക്കണം എന്നുള്ളത് തീർച്ചയായും ഉപഭോക്താക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് ഒരു നാണക്കേടല്ലേ? ആ രീതിയിൽ കേരളം ഉന്നയിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം എൻ്റെ ചിത്രം പതിക്കണമെന്ന് ഞാനെവിടെയും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ലോഗോയുണ്ട്. ആ ലോഗോ പതിക്കണമെന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയിൽ പ്രധാനമന്ത്രിയുടെ പേരല്ലേ ഉള്ളത്, എൻ്റെ പേരൊന്നും അതിലില്ലല്ലോ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും CAG വ്യക്തമായി ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഇത്ര വീടുകൾക്ക് ഇത്ര പണം കൊടുത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ റിപ്പോർട്ടിൽ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് തന്നെ എഴുതാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ചോദിക്കില്ലേ, ഇത്രയും പണം കേരളത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചു എന്ന് പറയുന്നു, കേരളത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഒരു വീട് പോലുമില്ല, പിന്നെ എങ്ങനെയാണ് ഇത്രയും പണം നമുക്ക് എങ്ങനെ കണക്കിക്കൊള്ളിക്കാൻ കഴിയും? കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ടിന് വേണ്ടി സർക്കാർ നിർദ്ദേശിക്കുന്ന, പാർലമെൻറ്റ് നിർദ്ദേശിക്കുന്ന പേര് എല്ലാ പദ്ധതിക്കും ഇടേണ്ടതുണ്ട്. ഞാൻ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന എന്നാണ് പേരിട്ടിരിക്കുന്നത്, പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്ര എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആ കാലത്ത് അവരാണ് അതിന് രാജീവ് ഗാന്ധി, നെഹ്റു യോജന, ഇന്ദിരാഗാന്ധി എന്നൊക്കെ പേരിട്ടിരുന്നത്. ഞാൻ ഒരിടത്തും നരേന്ദ്രമോദി എന്ന പേര് ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ചിത്രം വെക്കണമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ കേന്ദ്ര സർക്കാരും പാർലമെൻറ്റും അംഗീകരിക്കുന്ന ഒരു പദ്ധതിയുടെ പേര് മാറ്റാൻ കഴിയില്ല. കാരണം അത് ഓഡിറ്റ് റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഗ്രാമീണ മേഖലയിൽ എല്ലാ ഗ്രാമങ്ങളിലും അത്യാധുനിക സൗകര്യമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാകണമെന്നത് എൻ്റെ സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് ഏതാണ്ട് 24,000 ഗ്രാമങ്ങളിൽ മാത്രമാണ് നല്ല ഹെൽത്ത് വെൽനസ് സെൻ്റർ ഉണ്ടായിരുന്നത്. ഇന്ന് 2.5 ലക്ഷത്തിലധികം ഗ്രാമങ്ങളിലുണ്ട്. അതിന് എൻ്റെ സർക്കാർ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് പേരിട്ടത്. കേരളത്തിലെ നീച രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ചില ആളുകൾ മന്ദിർ എന്നാൽ അതിനെ അമ്പലമാണ് എന്നുള്ള രീതിയിൽ വർഗീയവൽക്കരിച്ച് മന്ദിർ എന്നുള്ള പേര് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ്? ഗുജറാത്തിൽ സ്കൂളുകൾക്ക് ഒരു കാലത്ത് പേരുണ്ടായിരുന്നത് ബാൽ മന്ദിർ എന്നായിരുന്നു. ഇപ്പോഴും കോടതികൾക്ക് പേര് നൽകുന്നത് ന്യായ് മന്ദിർ എന്നാണ്. അതൊരു ഓഫീസ് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമാണ്. അതിനെപ്പോലും വർഗീയവൽക്കരിച്ച് ആളുകളിൽ വിഷം വിതയ്ക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ചില ഇടതുപക്ഷത്തിൻ്റെ ചീഞ്ഞ രാഷ്ട്രീയം മാത്രമാണ്. അതിനെക്കുറിച്ച് ഞാൻ എന്തു പറയാനാണ്? സിന്ധു സൂര്യകുമാറിൻ്റെ അടുത്ത ചോദ്യം, ഭാരതം ഗൾഫ് രാജ്യങ്ങളുമായി പുലർത്തുന്ന ബന്ധത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട് മോദിക്ക് മുമ്പ് ഈ ബന്ധമുണ്ടായില്ല എന്ന്? തീർച്ചയായും അത് വളരെ വലിയ ദൗർഭാഗ്യമാണ്. ഗൾഫ് രാജ്യങ്ങളുമായി ഭാരതം പുലർത്തിയിരുന്ന ബന്ധമെന്ന് പറയുന്നത്, നമ്മളവിടെ നിന്ന് പണം കൊടുത്ത് എണ്ണ വാങ്ങുന്നു, നമ്മളിവിടുന്ന് കുറഞ്ഞ ചിലവിൽ തൊഴിലാളികളെ അവർക്ക് സപ്ലൈ ചെയ്യുന്നു. ആ രീതിയിലൊരു കൊടുക്കൽ വാങ്ങൽ ബന്ധം മാത്രമായിരുന്നു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി ഭാരതത്തിലുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഭാരതത്തിലെ 30-34 ലക്ഷം ആളുകൾ ഈ രാജ്യത്ത് ജോലി ചെയ്യുന്നു.
പക്ഷേ കഴിഞ്ഞ 30 വർഷമായി രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. തൻ്റെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് അവിടെ പോയി കാണാനോ സംസാരിക്കാനോ അവർക്ക് വേണ്ടി ഇടപെടാനോ ഒന്നും ശ്രമിക്കാതിരിക്കുമ്പോൾ ആ രാജ്യത്ത് ജോലി ചെയ്യുന്ന 34 ലക്ഷം ഭാരതീയർക്ക് എന്ത് വിലയാണ് ഉണ്ടായിരിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് ആദരവാണ് അവർക്ക് ലഭിക്കുക? അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോകാൻ തീരുമാനിച്ചു. 2015 ഞാൻ ആദ്യമായി അവിടെ പോകുന്നത്. അതിനുശേഷം 13 തവണ ഞാൻ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചു. നമ്മുടെ തൊഴിലാളികളെ കാണാനും സംസാരിക്കാനും ശ്രമിച്ചു. അവരുടെ കൂടെ ഈ രാജ്യമുണ്ട്, പ്രധാനമന്ത്രി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായും അതിൻ്റെ ആദരവും ആ ബഹുമാനവും അതുകൊണ്ട് തന്നെ ഭാരതീയർക്ക് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഉദാഹരണമായി കോവിഡിൻ്റെ സമയത്ത് ഫ്ലൈറ്റ് സർവീസ് നിർത്തലാക്കിയ സമയത്ത് അവിടെ ഒരുപാട് ആളുകൾ വിഷമിച്ചു. പക്ഷേ ഈ രാജ്യത്തെ ഭരണാധികാരികൾ എനിക്ക് മെസ്സേജ് അയച്ചു, നരേന്ദ്രമോദി, നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇന്ത്യയിലെ പൗരന്മാരെ, താങ്കളുടെ പൗരന്മാരെ ഞങ്ങളുടെ പൗരന്മാരെ നോക്കുന്നത് പോലെ തന്നെ ഇവിടെ നോക്കിക്കോളാം. അവസരമുണ്ടാകുമ്പോൾ മാത്രം ഇവിടെ നിന്ന് അവരെ ഇവാക്യുവേറ്റ് ചെയ്താൽ മതി എന്നാണ്. ഈ രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ടായതുകൊണ്ടാണ് അത് സാധ്യമായത്. യമനിൽ 2015 വളരെ വലിയ ബോംബാക്രമണം നടക്കുന്ന സമയത്ത് അവിടെയുള്ള നഴ്സുമാരെയും ഇന്ത്യക്കാരെയും രക്ഷിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. അതിന് നമ്മളെ സഹായിച്ചത് അന്ന് സൗദി അറേബ്യയാണ്. ആ ബന്ധമുണ്ടായതുകൊണ്ടാണ്. സുഡാനിൽ വളരെ വലിയ ആഭ്യന്തര കലാപം നടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെയുള്ള 2 വംശങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിയന്ത്രണവുമില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അവിടെ നിന്ന് ഇന്ത്യക്കാരെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റി. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ ഫലമായാണ് ISIS തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരുന്ന ഫാദർ ടോം ഉഴുന്നാലിനെ തിരികെ കൊണ്ടുവരാൻ പറ്റി. ഒമാൻ്റെ സഹായത്തോടെയാണ് നമ്മളത് ചെയ്തത്. എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് സൗദിയിൽ തടവിൽ കഴിഞ്ഞിരുന്ന 850 ആളുകളെയാണ് ഭാരതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതിൽ 80% മലയാളികളായിരുന്നു. ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി പോയതാണ്. ചെറിയ ചെറിയ കുറ്റങ്ങളുടെ പേരിൽ ജയിലിലാകപ്പെട്ടതാണ്. എൻ്റെ അപേക്ഷ സ്വീകരിച്ച് സൗദി അവരെ വിട്ടയച്ചു. ഇപ്പോൾ ഖത്തറിൽ തന്നെ നാവിക ഉദ്യോഗസ്ഥർ ജോലിക്കായി അവിടെ പോയതാണ്. അവർക്ക് അവിടെ വധശിക്ഷ ലഭിച്ചു. പക്ഷേ എൻ്റെയും ഭാരതത്തിൻ്റെയും അപേക്ഷ സ്വീകരിച്ച് അവരെ വിട്ടയച്ചു. ഇതൊക്കെ ആ ബന്ധങ്ങൾ കൊണ്ടുണ്ടായതാണ്. ഹജ്ജ് കോട്ടയുടെ കാര്യമെടുത്താൽ അറിയാമല്ലോ, ഓരോ രാജ്യത്തിനും ഇത്ര ആളുകൾക്ക് മാത്രമേ ഹജ്ജ് കോട്ട അനുവദിക്കുകയുള്ളൂ. ഒരു തവണ സൗദി പ്രിൻസ് ഇവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു, നമ്മുടെ ജനസംഖ്യ വളരെ കൂടുതലാണ്, ഇവിടുത്തെ മുസ്ലിം ജനസംഖ്യയും വളരെ കൂടുതലാണ്, തീർച്ചയായും ആ പരിഗണന നിങ്ങൾക്ക് തരണം, കുറച്ചുകൂടി ഹജ്ജ് കോട്ട അനുവദിക്കണം. ഞാൻ റിക്വസ്റ്റ് ചെയ്തു, അവരത് അംഗീകരിച്ചു. അത് കാരണം ഭാരതത്തിൽ നിന്ന് ഹജ്ജ് കോട്ടയിൽ വർധനവുണ്ടായി. മറ്റൊരു കാര്യം, UAE-യിലുള്ള ഭാരതത്തിൻ്റെ സഹോദരന്മാർ പറഞ്ഞു അവിടെ ഒരു ക്ഷേത്രം വേണമെന്ന്. ആ കാര്യം ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു. ക്ഷേത്രത്തിനുള്ള സ്ഥലം അനുവദിക്കുകയാണെങ്കിൽ ക്ഷേത്രം ഞങ്ങൾ പണിതുകൊള്ളാം, ക്ഷേത്രത്തിനുള്ള സ്ഥലം അനുവദിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അവരത് അംഗീകരിച്ചു, സ്ഥലം തന്നു. അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തു തന്നു. അത് ഈ തരത്തിലുള്ള ബന്ധങ്ങൾ മൂലമുണ്ടായതാണ്. എനിക്ക് തീർച്ചയായും വളരെ ഉറപ്പായി പറയാൻ കഴിയും, ഗൾഫ് രാജ്യങ്ങളുമായി ഈ രീതിയിലുള്ള ബന്ധമുണ്ടാക്കിയതിൻ്റെ ഏറ്റവും ഗുണം ലഭിച്ചത് കേരളത്തിലുള്ള എൻ്റെ സഹോദരന്മാർക്കാണ്. കാരണം അവരാണ് ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതലും ജോലി ചെയ്യുന്നത്. തീർച്ചയായും അതിൻ്റെ സഹായവും അതിൻ്റെ ഗുണവും ഏറ്റവും കൂടുതൽ ലഭിച്ചത് കേരളത്തിലുള്ളവർക്കാണ്. ഏതാണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളും അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ബഹുമതി എനിക്ക് നൽകിയിട്ടുണ്ട്. അത് എനിക്കുള്ള ബഹുമതിയായി ഞാൻ കാണുന്നില്ല, അത് ഭാരതത്തിനുള്ള ബഹുമതിയാണ്. ഭാരതത്തിൻ്റെ പ്രതിനിധികളായി അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ലഭിച്ച അംഗീകാരമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അടുത്ത ചോദ്യം, മോദിജി, ഞാൻ ഈ ക്രൈം റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വിദേശ രാജ്യത്ത് പ്രശ്നങ്ങളുണ്ടായി രാജ്യത്തേക്ക് തിരികെ എത്തുന്ന ഭാരതീയരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെയുള്ള അപകടസ്ഥിതികളിലെല്ലാം ഭാരതത്തിൻ്റെ ഈ ദേശീയ പതാക മാത്രം കാണിച്ചിട്ടാണ് ഞങ്ങൾ പലയിടത്തു നിന്ന് രക്ഷപ്പെട്ടു വന്നതെന്ന്. ഏത് രീതിയിലാണ് ഭാരതത്തെ താങ്കൾ ഇങ്ങനെ മാറ്റിയത്? നോക്കൂ, തീർച്ചയായും ഇപ്പോൾ ഭാരതത്തെ അവർ ദേശബന്ധുവായിട്ടാണ് കാണുന്നത്. കാരണം ഏത് തരത്തിലുള്ള അപകടം ഏത് രാജ്യത്തിന് സംഭവിച്ചാലും ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത് ഭാരതമാണ്. ഏറ്റവും ആദ്യം അവരെ സഹായിക്കാൻ ഓടിയെത്തുന്നത് ഭാരതമാണ്. അത് തുർക്കിയിലുണ്ടായ ഭൂകമ്പമാണെങ്കിലും മാലദ്വീപിലുണ്ടായ പ്രശ്നങ്ങളിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലുണ്ടായതാണെങ്കിലും റഷ്യയിലുണ്ടായതാണെങ്കിലും എവിടെയാണെങ്കിലും ഏറ്റവും ആദ്യം കോവിഡ് സമയത്ത് പോലും നമ്മൾ 30-ലധികം രാജ്യങ്ങൾക്ക് വാക്സിൻ എത്തിച്ചു നൽകി. അങ്ങനെ ആ രീതിയിൽ ഏത് രാജ്യങ്ങൾക്ക് ഒരു അപകടമുണ്ടായാലും ഭാരതത്തിന് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും ആദ്യം ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഭാരതത്തോട് അവർക്കൊരു സ്നേഹവും വിശ്വാസവുമുണ്ട്. ഇന്ന് ഭാരതത്തിന് ആ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതത്തിനൊരു പ്രശ്നം വരുമ്പോൾ പല രാജ്യങ്ങളും നമ്മൾ സഹായിക്കാറുണ്ട്. തീർച്ചയായും യമനിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണെങ്കിലും സൗദി നമ്മളെ വലിയ രീതിയിൽ സഹായിച്ചു. ഉക്രൈനിൽ യുദ്ധം നടക്കുന്ന സമയത്ത്, സുഡാനിൽ ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത്, അവിടെയെല്ലാം എനിക്ക് തോന്നുന്നത് വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ പോലും ഭാരതത്തിൻ്റെ കൊടിയും പിടിച്ച് ഭാരത് മാതാ കി ജയ് പറഞ്ഞാൽ അവരെ ആക്രമിക്കാതെ വിടുന്ന ഒരു സമീപനമുണ്ട്. കാരണം ഏത് സമയത്തും തിരികെ സഹായം ലഭിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. അതിനുള്ള കഴിവ് ഭാരതത്തിനുണ്ട്. ഇന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു അംഗീകാരവും ആദരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. കേരളത്തിലുള്ളവർക്ക് ഓർമ്മയുണ്ടാകും, ISIS പിടിച്ചുകൊണ്ടുപോയ ഫാദർ ടോം ഉഴുന്നാൽ
യമനിൽ നിന്നും എത്രയോ കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും അദ്ദേഹത്തെ തിരികെ എത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം പോലും വിശ്വസിച്ചത് അദ്ദേഹം ജീവനോടെ തിരികെ വന്നു എന്ന്. കാരണം അദ്ദേഹം കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് പല ആൾക്കാരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ഇതിനെല്ലാം ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് വളരെ വ്യക്തമായി തന്നെയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെയായിരിക്കണം എന്നത് വ്യക്തമായ പ്ലാനോടുകൂടി തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ചെയ്യുന്നതല്ല. ഫാദർ ടോം ഉഴുന്നാലിനെ പോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടി ജോലി ചെയ്തിരുന്ന ഒരു ബംഗാളി പെൺകുട്ടി ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ. അവരെയും ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. അവരെ തിരികെ കിട്ടില്ല എന്ന് പലരും പറഞ്ഞു. പക്ഷേ എനിക്ക് അവർ ഭാരതത്തിൻ്റെ മകളാണ്, തിരികെ കൊണ്ടുവരണമായിരുന്നു. വളരെ വലിയ ഇടപെടൽ നടത്തി. അധികമാരും അറിഞ്ഞതുപോലുമില്ല. ജീവനോടെ അവരെ തിരികെ കൊണ്ടുവന്ന് അവരുടെ കുടുംബത്തിൽ അവരുടെ മാതാപിതാക്കളെ കയ്യിലേൽപ്പിച്ചു. മുൻ സർക്കാരുകൾ വിദേശത്ത് ജീവിക്കുന്ന ഭാരതീയരായി പോലും കണ്ടിരുന്നില്ല. അവർ അവരുടെ പാട് നോക്കിപ്പോയി, അവരോട് ജീവിച്ചോട്ടെ, അവരുടെ കാര്യം നമുക്ക് നോക്കേണ്ട കാര്യമില്ല, ഈ രീതിയിലാണ് ചിന്തിച്ചിരുന്നത്. ഞാനിപ്പോൾ ഇന്ത്യൻ പൗരത്വം ഇല്ലാത്ത ആളുകൾ പോലും അവരുടെ പാസ്പോർട്ടിന് നിറം നോക്കിയിട്ടല്ല, അവർ ഭാരതീയരാണ്, അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാനും എൻ്റെ സർക്കാരും ഉണ്ടാകും. അതാണ് എൻ്റെ തീരുമാനം. ഓസ്ട്രേലിയയിൽ ചില ട്രേഡുകൾക്ക് മാത്രമായിരുന്നു ജോലി ചെയ്യാൻ കഴിയുമായിരുന്നത്. ഇന്നങ്ങനെയല്ല. ഭാരതത്തിലെ ഒരു പാചകക്കാരന് അവിടെ പോയി ജോലി ചെയ്യാം, ബാർബർക്ക് ഓസ്ട്രേലിയയിൽ പോയി ജോലി ചെയ്യാം. മുൻപത് കഴിയുമായിരുന്നില്ല. ഈ രീതിയിൽ സാധാരണക്കാർക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ പല രാജ്യങ്ങളുമായി പലതരത്തിലുള്ള കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും മാധ്യമങ്ങളിൽ വന്നിട്ട് പോലുമില്ല. അടുത്ത ചോദ്യം, താങ്കൾ രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. താങ്കൾ അതിൻ്റെ വിജയത്തിൽ പൂർണ്ണ തൃപ്തനാണോ? മോദിയുടെ മറുപടി ഇപ്രകാരമാണ്: ഒരിക്കലും നരേന്ദ്രമോദി എന്ന ഞാൻ ഒരു കാര്യത്തിലും തൃപ്തനാകില്ല. കാരണം എത്രയധികം കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടിയും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്യാൻ കഴിയുമോ അത് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ഒരിക്കലും ഞാൻ സംതൃപ്തനാവുകയില്ല. എൻ്റെ മരണം വരെയും സംതൃപ്തനാവുകയില്ല. ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ തീരുമാനം. പക്ഷേ ആയുഷ്മാൻ ഭാരത് എന്ന സൗജന്യ ഇൻഷുറൻസ് പദ്ധതി വഴി ഒരുപാട് ആളുകൾക്ക് സഹായം ലഭിച്ചു. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഈ രാജ്യത്ത് കേരളത്തിലുള്ള ഒരാൾക്ക് ഗുജറാത്തിൽ വന്ന് അപകടമുണ്ടായാൽ പോലും ഈ ആയുഷ്മാൻ ഭാരത് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഏത് ഹോസ്പിറ്റലിൽ പോയും ഒരു പണം പോലും ചിലവാക്കാതെ ചികിത്സിക്കാൻ കഴിയും. ആ രീതിയിൽ വർഷം 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സാധാരണക്കാർക്ക് സൗജന്യമായി ലഭിക്കാൻ തുടങ്ങി. മുൻപ് ഈ കാർഡൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പണച്ചിലവാകുമെന്ന് കരുതി ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾ, വാർദ്ധക്യമേറിയവർ, അവരുടെ അസുഖങ്ങളെപ്പറ്റി മക്കളോട് പറയില്ലായിരുന്നു. കാരണം ഒരുപാട് പണച്ചിലവാകുമെന്നുള്ളതുകൊണ്ട് അവരുടെ വേദനകളും അവരുടെ അസുഖങ്ങളും അവർ സഹിക്കുമായിരുന്നു. എനിക്കത് മനസ്സിലാകും വളരെ കൃത്യമായി. പക്ഷേ ഈ കാർഡ് വന്നതിന് ശേഷം സൗജന്യമായതുകൊണ്ട് അവരുടെ അസുഖങ്ങളെക്കുറിച്ച് അവർ മക്കളോട് പറയാൻ തുടങ്ങി, എനിക്ക് ഇന്ന അസുഖമുണ്ട് എന്ന്. അങ്ങനെ ആ അസുഖങ്ങൾക്ക് വേണ്ട ചികിത്സ സൗജന്യമായി ലഭിക്കുന്നത് കൊണ്ട് ആ കുടുംബത്തിന് യാതൊരു പണച്ചിലവുമില്ലാതെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും കഴിഞ്ഞു. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആ പണം ചിലവഴിക്കാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ തീസര ടൈമിൽ പുതിയൊരു വാഗ്ദാനം കൂടി ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്. തീർച്ചയായും അത് നടപ്പിലാക്കാൻ പോവുകയാണ്. 70 വയസ്സിന് മുകളിലുള്ള ഈ രാജ്യത്തെ എല്ലാ ആളുകൾക്കും ചികിത്സ സൗജന്യമാക്കാൻ പോവുകയാണ്. APL BPL വ്യത്യാസമൊന്നുമില്ല. 70 വയസ്സിന് മുകളിലുള്ള എല്ലാ പ്രായമേറിയവർക്കും ഏത് തരത്തിലുള്ള അസുഖമുണ്ടായാലും അവരുടെ ചികിത്സ പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോവുകയാണ്. എൻ്റെ ചിന്ത ഇതാണ്: ആ വയോജനങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടായാൽ ആ കുടുംബത്തിലെ രക്ഷിതാക്കളുടെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പണം ഇവിടെ ചിലവാക്കപ്പെടുകയാണ്. ആ ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ്. അവർക്ക് വേണ്ടി ചിലവാക്കേണ്ടിയിരുന്ന പണം അവർക്ക് അവരുടെ മക്കളുടെ പഠനത്തിന് വേണ്ടിയും അവരുടെ ഭാവിക്കും വേണ്ടി ഉപയോഗിക്കാം. അതാണ് എൻ്റെ തീരുമാനം. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന രാജ്യം ഭാരതമാണ്. 45 കോടിയിലധികം ആളുകൾക്കാണ് സൗജന്യമായി ഇന്ന് ചികിത്സ നൽകുന്നത്. സിന്ധു സൂര്യമാണ് അടുത്ത ചോദ്യം. ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള സംസ്ഥാനമാണ് കേരളം. അവിടെ ടൂറിസം ഡെവലപ്മെൻറ്റ് ഏത് രീതിയിൽ കൊണ്ടുവരാനാണ് താങ്കൾ ശ്രമിക്കുന്നത്? ആദ്യമായി സിന്ധു സൂര്യകുമാറിനോട് നരേന്ദ്രമോദി പറഞ്ഞത്, വളരെ നല്ലൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. ഒരുപക്ഷെ അവർ ചോദിച്ച ഒരേ ഒരു ഗുണമുള്ള ചോദ്യം ഇതാണ് എന്ന് മോദിക്ക് തോന്നിയിട്ടുണ്ടാവാം. തീർച്ചയായും ഏറ്റവും കൂടുതൽ ടൂറിസം പൊട്ടൻഷ്യലുള്ള ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, അവിടുത്തെ പ്രകൃതി, അവിടുത്തെ കാലാവസ്ഥ, പർവ്വതങ്ങൾ, എത്ര വലിയ കടൽ തീരം, ബീച്ചുകൾ, വനങ്ങൾ, അവിടുത്തെ ക്ഷേത്രങ്ങൾ, ശബരിമല, പത്മനാഭസ്വാമി ക്ഷേത്രം, ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും പഴക്കം ചേറിയ ക്രിസ്ത്യൻ പള്ളി, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ചേരമാൻ മസ്ജിദ്, അത് കേരളത്തിലാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പൊട്ടൻഷ്യലുണ്ട് കേരളത്തിന്. ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും ഒരിക്കലെങ്കിലും അവരുടെ ജീവിതത്തിൽ സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലമാണ് കേരളം. ആ രീതിയിൽ കേരളം ലോകത്ത് അറിയപ്പെടേണ്ടതാണ്. കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തന്നെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. G20 സമ്മിറ്റിന് നോക്കാം. ലോകത്തിലെ പ്രധാനപ്പെട്ട 20 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഈ രാജ്യത്ത് വരുമ്പോൾ മുൻകാലങ്ങളിൽ എല്ലാ യോഗങ്ങളും നടത്തിയിരുന്നത് ഡൽഹിയിലും ആഗ്രയിലും മാത്രമായിരുന്നു. അവർ ആകെ കണ്ടിരുന്നത് ഡൽഹിയും താജ്മഹലും മാത്രമായിരുന്നു. പക്ഷേ എൻ്റെ കാലത്ത് ഇവിടെ G20 സമ്മിറ്റ് നടത്തിയപ്പോൾ ഞാൻ
200 യോഗങ്ങൾ ഡൽഹിക്ക് പുറത്ത് ഓരോ സംസ്ഥാനങ്ങളിലും വെച്ചു. അത് ഏത് സംസ്ഥാനങ്ങൾ ആര് ഭരിക്കുന്നു നോക്കിയിട്ടല്ല. ബംഗാളിലും കേരളത്തിലും കർണാടകയിലും രാജസ്ഥാനിലും ഗുജറാത്തിലും കാശ്മീരിലും എല്ലായിടത്തും യോഗങ്ങൾ സംഘടിപ്പിച്ചു. കാരണം എൻ്റെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രകൃതി ഭംഗി, സംവിധാനങ്ങൾ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ എല്ലാവരും അറിയണം, ലോകം ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതുകൊണ്ട് മനഃപൂർവ്വം ചിന്തിച്ചുറപ്പിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കിയതാണ് ആ രീതിയിൽ. എൻ്റെ അടുത്ത ടൈമിൽ തീർച്ചയായും കേരളത്തെ ടൂറിസം രംഗത്ത് വളരെ വലിയ ഉയരങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോകും. ആഫ്രിക്കയിലുള്ള ഒരു ഭരണാധികാരിയുടെ മകൾക്ക് കണ്ണിനൊരു പ്രശ്നമുണ്ടായിരുന്നു. ആ ചികിത്സ നമ്മൾ നടത്തിയത് കേരളത്തിലാണ്. ആയുർവേദ ചികിത്സയാണ് നടത്തിയത്. കേരളത്തിലെ ആയുർവേദ ചികിത്സയെക്കുറിച്ച് വളരെ വലിയ ബ്രാൻഡിങ് നടത്തി കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി ഞാൻ മാറി. അഡ്വഞ്ചർ ടൂറിസം ആവട്ടെ, ബീച്ച് ടൂറിസം ആവട്ടെ, തീർത്ഥാടക ടൂറിസം ആവട്ടെ, എല്ലാ കാര്യത്തിലും എന്തിലാണ് കേരളത്തിന് കുറവുള്ളത്? എല്ലാ കാര്യവും കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നൊരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ നിർഭാഗ്യവശാൽ അവിടം ഭരിക്കുന്ന സർക്കാരുകൾ അതിൽ താല്പര്യം കാണിക്കുന്നില്ല, വേണ്ട രീതിയിൽ താല്പര്യം കാണിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും ചിലവ് കുറഞ്ഞ ആരോഗ്യം പ്രദാനം ചെയ്യാൻ കഴിയുന്നത് ഭാരതത്തിലാണ്. വേറെ എവിടെയാണ് യോഗയും ആയുർവേദവും ഇത്ര നല്ല രീതിയിൽ ലോകത്തിനു മുമ്പിൽ അറിയിക്കാൻ പറ്റുന്നത്? അടുത്ത ചോദ്യം, മോദിജി താങ്കൾ യുവാക്കളുമായി കൂടുതൽ ഇടപെടുന്നത് കാണുന്നു ഈ പ്രായത്തിലും. അടുത്തിടെ ഗെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുന്നത് കണ്ടു. കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് അവാർഡ് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ താങ്കൾ സംഘടിപ്പിച്ചു ആദ്യമായി. തീർച്ചയായും യുവാക്കളുമായി ചേർന്ന് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളിലും പിന്നിലാണ്. അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചെറുപ്പക്കാരോട് സംവദിക്കുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയില്ല എന്ന് മനസ്സിലാകുന്നത്. കുട്ടികളെ പോലെയാണ് ഞാൻ അവരോട് സംവദിക്കാൻ ആഗ്രഹിച്ചത്. പല കാര്യങ്ങളിലും അവിടെ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുൻപ് പരീക്ഷാ പേ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ ഗെയിമിങ്ങിന് വേണ്ടി സമയം കളഞ്ഞ് നിങ്ങളുടെ ജീവിതം കളയരുതെന്ന്. പക്ഷേ കണ്ടൻറ് ക്രിയേറ്റേഴ്സുമായി സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എത്ര വലിയ സാധ്യതയാണ് ഗെയിമിങ്ങിനുള്ളതെന്ന്. ഈ ലോകത്ത് ആകെ ആവശ്യകതയുള്ളതിൻ്റെ 10% പോലും ഭാരതം ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഗെയിമിങ് വളരെ വലിയ മേഖലയാണ്, വളരെ വലിയ സാധ്യതയാണ്, വരുമാനമുണ്ടാക്കാൻ കഴിയുന്നൊരു മേഖലയാണ്. പക്ഷേ കൃത്യമായ രീതിയിൽ ശരിയായ ദിശയിൽ വഴിതിരിച്ചുവിടേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കും രാജ്യം ഭരിക്കുന്ന സർക്കാരുകൾക്കും എല്ലാമുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവരെ ശരിയായ ദിശയിലേക്ക് വിടണം. അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഞാൻ തീർച്ചയായും അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് എന്നാണ് ഞാൻ ചോദിച്ചത്. അവർക്ക് എന്ത് സഹായമാണ് ഒരു സർക്കാർ എന്ന നിലയിൽ ഞങ്ങൾ ചെയ്തു തരേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത്. അവർക്ക് വേണ്ട രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്ന നിലയിൽ തന്നെ ഇന്ന് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റ് ലഭിക്കുന്ന രാജ്യം ഭാരതമാണ്. തീർച്ചയായും അത് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഇന്ന് വളരെ വലിയൊരു സാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ആളുകളെ തിരഞ്ഞുപിടിച്ച് അവരിൽ നല്ല രീതിയിൽ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകൾക്ക് അവാർഡുകൾ നൽകിയത്. ഗെയിമിങ്ങിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ അത് കൂടുതലും വിദേശികളുടെ ഗെയിമാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നത്. പക്ഷേ കളിക്കുന്നത് കൂടുതലും നമ്മുടെ നാട്ടിലെ ആളുകളാണ് നന്നായി കളിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഇതിഹാസങ്ങൾ, രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും എത്രയോ പുരാണ കഥകളുടെ ഭണ്ഡാരം തന്നെ നമുക്കുണ്ട്. അത് ഉപയോഗപ്പെടുത്തി എന്തുകൊണ്ട് ഗെയിമിംഗ് സംവിധാനത്തിൽ നമുക്ക് നമ്മുടെ കഥകൾ കൂടി ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നല്ല മെസ്സേജ് നൽകുന്ന രീതിയിൽ ഈ ഗെയിമിനെ മാറ്റിക്കൂടാ? ആ രീതിയിലുള്ള ചിന്ത എനിക്കിപ്പോഴുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഗെയിമിങ്ങിൽ വളരെ വലിയൊരു മാറ്റം വരുത്താനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായും കുട്ടികളെ ശരിയായ രീതിയിൽ വഴിതിരിച്ചു വിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാത്തിനും തടയുക എന്നുള്ളതല്ല. കാലം മാറി, കാലത്തനുസരിച്ച് നമ്മളും മാറേണ്ടതുണ്ട്. തീർച്ചയായും ഇത്തരം ടെക്നോളജിയിൽ എനിക്ക് വളരെ വലിയ ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആദ്യമായി ഗൂഗിൾ ഹാങ് ഔട്ട് ഉപയോഗിച്ചത് ഞാനാണ് 2012 ഞാൻ വിശ്വസിക്കുന്നത്. 2013 3D ഹോളോഗ്രാം എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരുന്നു. അത് ഞാൻ ഒരു രാജ്യത്ത് ചെന്നപ്പോൾ ഒരാളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് 3D ഹോളോഗ്രാം എങ്ങനെയാണ്, ഞങ്ങൾ പല പരസ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ അത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏതൊക്കെ ടെക്നോളജികൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഗുണപ്രദമാകുമോ ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ഗെയിമുകൾ ഉണ്ടാക്കാൻ കഴിയില്ല? അതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഞാനിപ്പോൾ. ഉദാഹരണമായി കർണാടകയിലെ ഒരു കുട്ടി നദിയിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ഗെയിമാണത്. എത്ര വലിയ മെസ്സേജാണ് നൽകുന്നത്! നദിയിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കിയാണ് ആ ഗെയിം അവസാനിക്കുന്നത്, അങ്ങനെയാണ് ജയിക്കുന്നത്. അങ്ങനെയുള്ള മെസ്സേജുകൾ വരും തലമുറയ്ക്ക് നൽകാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഗെയിമിംഗ് സംവിധാനത്തെ മാറ്റി ഇന്ന് വിദേശത്തിൻ്റെ കുത്തകയായി കരുതുന്ന ഗെയിമിംഗ് സംവിധാനത്തിൽ നാളെ ഭാരതത്തിന് മുന്നേറാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. അതാണ് എൻ്റെ തീരുമാനം. അതിനുള്ള പ്രവർത്തനമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഞാനൊരു വിദ്യാർത്ഥിയെപ്പോലെയാണ് അവരുടെ മുമ്പിലിരുന്നത്. എൻ്റെ സംശയങ്ങൾ അവരോട് ചോദിച്ചു. അത് മനസ്സിലാക്കുന്നതിൽ എന്താണ് തെറ്റ്? എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ഇനി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനത് അടുത്ത ടൈമിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ കോളേജുകളിലെ യൂണിവേഴ്സിറ്റികളിലെ കോൺവൊക്കേഷൻ ചടങ്ങുണ്ടല്ലോ, ബിരുദദാന ചടങ്ങുകൾ. ആ ചടങ്ങുകളിൽ എന്നെ ഗസ്റ്റായി വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, എനിക്ക് ഏറ്റവും മുൻനിരയിലുള്ള 50 ഇരിപ്പിടങ്ങൾ എൻ്റെ അതിഥികൾക്ക് വേണ്ടി റിസർവ് ചെയ്യണമെന്ന്.
പലരും ചോദിക്കാറുണ്ട്, എന്തിനീ 50 ഇരിപ്പിടങ്ങൾ, ഇത്രയും തന്നാൽ എങ്ങനെ ശരിയാവും എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ നിർബന്ധപൂർവ്വം 50 ഇരിപ്പിടങ്ങൾ എൻ്റെ അതിഥികൾക്ക് വേണ്ടി ഞാൻ ചോദിച്ചു വാങ്ങാറുണ്ട്. പക്ഷേ ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ അതിഥികളൊന്നും VIP-കളായിരിക്കില്ല. ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ കോളേജ് നിലനിൽക്കുന്ന സ്ഥലത്തെ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് സ്കൂൾ കുട്ടികൾക്കാണ് ഞാൻ ആ 50 സീറ്റുകൾ നൽകുക. കാരണം കൊച്ചു കുട്ടികൾ ഈ ബിരുദദാന ചടങ്ങ് കണ്ട് ഇൻസ്പയർ ആവണം, പ്രചോദനം ഉൾക്കൊള്ളണം, ഭാവിയിൽ വിജയിക്കണം എന്നുള്ള ചിന്ത അവനിലുണ്ടാകണം. കുട്ടികളിൽ അങ്ങനെ ഒരു മാറ്റമുണ്ടാക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അടുത്ത ചോദ്യം VIP സംസ്കാരം നിർത്തലാക്കുന്നതിനെക്കുറിച്ചാണ്. ബ്രിട്ടീഷുകാർ രാജ്യം ഭരിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അവർക്ക് ആ രീതിയിലുള്ളൊരു പ്രത്യേക ബഹുമതി അവർക്ക് വേണ്ടിയിരുന്നു. അവരത് പാലിച്ചിരുന്നു. അതിനുവേണ്ടി നമ്മളെ അടിമകളാക്കി ഉപയോഗിച്ചിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൽ തീർച്ചയായും നമ്മൾ അന്നേ ഇത് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ തീർച്ചയായും ഇങ്ങനെയൊരു സംസ്കാരം തന്നെ നമുക്കുണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിൻ്റെ സർക്കാരുകൾ അല്ലെങ്കിൽ ഓരോ സംസ്ഥാന സർക്കാരുകളും ബ്രിട്ടീഷുകാർ നടത്തിപ്പോന്നിരുന്ന ആ ഔപചാരികമായ രീതികൾ തുടർന്നു പോന്നു. തീർച്ചയായിട്ടും ഞാൻ VIP സംസ്കാരത്തിന് എപ്പോഴും എതിരാണ്. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യമെടുത്ത തീരുമാനം, അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ബീക്കൺ ലൈറ്റുകളും അലാറവും ഇട്ടുകൊണ്ട് പോകാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ തീരുമാനം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, ട്രാഫിക്കിൽ ആളുകളെ ഭയപ്പെടുന്ന രീതിയിൽ അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. കോവിഡ് വാക്സിൻ ആണെങ്കിൽ പോലും എൻ്റെ ഊഴം വരുമ്പോഴാണ് ഞാൻ എടുത്തത്. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ കാര്യം തന്നെ. എൻ്റെ അമ്മ ദൈവത്തിൻ്റെ സഹായത്താൽ ഒരാഴ്ച മാത്രമാണ് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നത്. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അവർക്കുണ്ടായിട്ടില്ല. പക്ഷേ ആ ഒരാഴ്ച പോലും സർക്കാർ ആശുപത്രിയിലാണ് എൻ്റെ അമ്മ ചികിത്സ തേടിയത്. ഒരു സാധാരണ പബ്ലിക് ശ്മശാനത്തിലാണ് എൻ്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ ഞാൻ നടത്തിയത്. VIP സംസ്കാരത്തിന് ഞാൻ എതിരാണ്. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ചില പ്രോട്ടോക്കോളുകളുണ്ട്, ചില സുരക്ഷാപരമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ VIP സംസ്കാരത്തെ ഒരു രീതിയിലും ഞാൻ അംഗീകരിക്കുന്നില്ല. പൂർണ്ണമായും ഒഴിവാക്കണം. എല്ലാവരും സാധാരണക്കാരായി ഒരേപോലെ തന്നെ ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ നിലപാട്.